ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പരിശോധന തുടരുന്നു. എറണാകുളം, വയനാട്, പാലക്കാട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ സുരക്ഷാ പരിശോധന നടന്നു. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചാണ് പരിശോധന. ആന്റി സബോർഡിനറി ചെക്കും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉൾപ്പെടെ നമ്മുടെ KAPM ഉൾപ്പെടെ കേരള പോലീസിൻ്റെയും സംയുക്തമായ വിശദമായ പരിശോധന, അതായത് ലഗേജുകളും യാത്രക്കാരെയും അതുപോലെ തന്നെ പാഴ്സൽ ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാം വളരെ വ്യക്തമായി വളരെ ക്ലിയറോടുകൂടി ചെക്ക് ചെയ്തു വരുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ഒരു സഹോദരിയെ ട്രെയിനിൽ നിന്നും കേരള എക്സ്പ്രസിൽ നിന്നും മദ്യപിച്ച് ചവിട്ടി താഴെയിട്ടതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി നമ്മുടെ RPFും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കേരള റെയിൽവേ പോലീസും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാ മെയിൻ റെയിൽവേ സ്റ്റേഷനുകളിലും വ്യക്തമായ പരിശോധന നടത്തി വരുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരവെയാണ് നമുക്ക് ഇന്നലെ രാജ്യത്തെ നടുക്കിക്കൊണ്ട് വളരെ ദാരുണമായ ഒരു സംഭവം ഇന്നലെ രാത്രി 6 മണിയോടുകൂടി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ DGP നേരിട്ട് നിർദ്ദേശം തരികയും അതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള പരിശോധന ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഇതിന് ഒരു അറിയിപ്പുണ്ടാകും വരെ ഈ പരിശോധന തുറന്നുകൊണ്ടേയിരിക്കും. എല്ലാ ലഗേജുകളും എല്ലാ പാസഞ്ചറുകൾ ട്രെയിനിൽ ഉൾപ്പെടെ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല ട്രെയിനിൽ ഉൾപ്പെടെ സംശയാസ്പദമായ എല്ലാ ലഗേജുകളും പാസഞ്ചറിനെയും ചെക്ക് ചെയ്ത് തുടർന്നു വരുന്ന ഒരവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് മിഥുൻ അയ്യപ്പനും വയനാട്ടിൽ നിന്ന് അർജുൻ PS ചേരുന്നു. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധന തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായ ഒരു പരിശോധനയും നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കേരളമൊട്ടാകെ വലിയ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലെല്ലാം കർശന നിരീക്ഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധനയാണ് നടക്കുന്നത്. കൊച്ചി നഗരമൊട്ടാകെ അരിച്ചു പെറുക്കുകയാണ് പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും മറ്റ് റെയിൽവേ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് RPFുമാണ് നേതൃത്വം നൽകുന്നത്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ നടക്കുന്നു. പ്രധാനമായും വിമാനത്താവളങ്ങളിലടക്കം ഇത്തരത്തിൽ പരിശോധന ശക്തമായി തുടരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും അതിജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള പരിശോധനകളും മറ്റ് നടപടിക്രമങ്ങളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ പാർക്കിംഗ് മേഖലകളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം തന്നെ ലഗേജുകൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഇലക്ട്രിക് ഡിവൈസുകളെല്ലാം തന്നെ തുറന്ന് പരിശോധിക്കുന്നുണ്ട് ഈ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അടുത്തിടെയുണ്ടായ ഈ സ്ഫോടനങ്ങളുടെ ശൈലിയെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണ സാധ്യത വിലയിരുത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർക്കിങ്ങുകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിവൈസുകളെല്ലാം തന്നെ കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം നഗരത്തിൽ ഇതോടകം തന്നെ ഏതാണ്ട് 2 ഘട്ടങ്ങളിലായി പൂർണ്ണമായും പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും വരുന്ന മണിക്കൂറുകളിലും കൃത്യമായിട്ടുള്ള ജാഗ്രത തുടരുമെന്നും കർശനമായിട്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് വിഭാഗത്തിൽ നിന്നെല്ലാം വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും അടുത്ത മണിക്കൂറുകൾ കുറച്ച് ദിവസങ്ങൾ കൂടി ഈ പരിശോധനകളും അതുപോലെ തന്നെ കനത്ത ജാഗ്രതയും തുടരാൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇടങ്ങളിൽ കർശന പരിശോധന നടക്കുകയാണ്. കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ ആൾക്കാർ കൂടുന്ന ഇടങ്ങളിലൊക്കെയും കനത്ത സുരക്ഷാ പരിശോധനയാണ്. എറണാകുളം, വയനാട്, പാലക്കാട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ പരിശോധന നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. മിഥുൻ, ഈ പരിശോധന ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും ഇനിയും ആരെങ്കിലും വിവിധയിടങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന സംശയം, എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുവെങ്കിൽ അതിനെയെല്ലാം ഇല്ലാതാക്കൽ. നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 1 മാസത്തിനിടെ 8 ഭീകരാക്രമണ പദ്ധതികളാണ് നമ്മുടെ സുരക്ഷാ വിഭാഗം പൊളിച്ചത്, ഏജൻസികൾ പൊളിച്ചത്. ഇന്നലെ ഹരിയാനയിൽ പിടികൂടിയ സംഘത്തിൽപ്പെട്ടയാളാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാ പഴുതുകളും അടയ്ക്കുകയാണോ
പോലീസിൻ്റെയും മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ ലക്ഷ്യം? തീർച്ചയായിട്ടും നമുക്കറിയാം കേരളം സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൈഗ്രൻസ് ഉള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർ നിരവധി തിങ്ങി പാർക്കുന്ന ഇടമാണ്. അത്തരത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പുറമേ നിന്നുള്ളവരുടെ സാന്നിധ്യം വളരെയേറെ ഉള്ള സംസ്ഥാനമാണ്. അത്തരത്തിൽ കൊച്ചിയിലടക്കമുള്ള ഇടങ്ങളിൽ അത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് നടന്ന പല അക്രമ സംഭവങ്ങളുടെ ഭാഗമായും അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ടെല്ലാം തന്നെ കേരളം ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഇതിനു മുമ്പ് തന്നെ പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദാഹരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളവും ഇത്തരത്തിൽ അതിജാഗ്രത പുലർത്തണമെന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വരുന്നത്. സംസ്ഥാന രാജ്യത്തൊട്ടാകെയുള്ള സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമാണ്. കാരണം തുടർ സ്ഫോടനങ്ങൾ, അത്തരത്തിലുള്ള അക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളുടെയും ഒരു സ്വഭാവമായിരുന്നു ഒരു തുടർ സ്ഫോടനങ്ങൾ പലയിടങ്ങളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ ഇടയുണ്ടായ സ്ഫോടനത്തിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. പലരെയും ജീവനോടെ തന്നെ പിടികൂടാൻ, പല ഭീകരരെയും പിടികൂടാനും സാധിച്ചിരുന്നു. അത്തരത്തിൽ വീണ്ടും ഒരു സംഭവത്തിന് സാധ്യതയില്ലാത്ത വണ്ണം കർശനമായിട്ടുള്ള സുരക്ഷ സജ്ജമാക്കുക, സാധ്യമായിട്ടുള്ള രീതിയിലെല്ലാം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിലുള്ളത്. ഏതാണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ അത്തരം നീക്കങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. കേരളത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളുടെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി അടക്കമുള്ള കേന്ദ്രങ്ങളുണ്ട്. നമുക്കറിയാം ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് എറണാകുളവും അതുപോലെ തന്നെ തിരുവനന്തപുരവും എല്ലാം തന്നെ. മാത്രമല്ല ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള ഈ കുടിയേറ്റക്കാരുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വന്നിരുന്നു. പലരെയും കഴിഞ്ഞ ഘട്ടങ്ങളിൽ പലവിധ പദ്ധതികളുടെ ഭാഗമായെല്ലാം പുനരധിവസിപ്പിക്കുകയും അവിടെ നിന്ന് പലരെയും മാറ്റി പാർപ്പിക്കുകയും എല്ലാം ചെയ്ത ഒരു സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കർശന നിരീക്ഷണം തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്താകെ നടത്തുന്ന പരിശോധന തുടരുന്നത്. ഒപ്പം തന്നെ കൊച്ചിയിൽ നമുക്കറിയാം തന്ത്രപ്രധാനമായിട്ടുള്ള നിരവധി ഇടങ്ങളുണ്ട്, നിരവധി മേഖലകളുണ്ട്. ഈ മേഖലകളെല്ലാം തന്നെ കർശന നിരീക്ഷണ വലയത്തിൽ തന്നെയാകണം തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളെങ്കിലും എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഫോടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കർശനമായിട്ടുള്ള നിരീക്ഷണം തുടരുന്നത്, പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ്, RPSF അതുപോലെ തന്നെ പോലീസ്, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഉണർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചോളം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു.